അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ അത് എണ്ണിയാൽ ഒതുങ്ങാത്തതാണ്. അവൻ ആർക്ക് എന്ത് കൊടുക്കണമെന്ന് അവൻ്റെ തീരുമാനങ്ങളാണ്. ചിലർക്ക് ധാരാളം അറിവ് കൊടുക്കും, ചിലർക്ക് ധാരാളം സമ്പത്ത് കൊടുക്കും, ചിലർക്ക് പരീക്ഷണങ്ങൾ കൊടുക്കും. അങ്ങനെ പല നിഅമത്തും അതിൻ്റെ എതിരും അള്ളാഹു നൽകും. അതിലൊക്കെ അള്ളാഹുവിന് ചില ഹിക്മത്തുകൾ, ചില ലക്ഷ്യങ്ങൾ ഉണ്ട്. എന്നാൽ അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹം മറ്റൊരാളിൽ നിന്ന് എടുത്തു കളയപ്പെടുകയും ആ അനുഗ്രഹം എനിക്ക് കിട്ടുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ അപകടത്തിൽ ചെന്ന് കുടുങ്ങുന്നത്. നമ്മൾ അസൂയാലുക്കളാകുമ്പോൾ അള്ളാഹു ഒരാൾക്ക് നൽകിയ ഒരു നിഅമത്ത് അത് എടുത്തു പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്, അത് അയാൾക്കല്ല നൽകേണ്ടത്, അത് എനിക്കോ മറ്റൊരാൾക്കോ ആണ് എന്ന് ഞാൻ ആഗ്രഹിക്കൽ വരുന്നു. അഥവാ അള്ളാഹുവിൻ്റെ ആ ഒരു സെലക്ഷനിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നൊരു വിശ്വാസത്തിലേക്ക് ഞാൻ പോകുമ്പോൾ ഈ അസൂയ സത്യത്തിൽ ഒരു കുഫ്റിലേക്ക്, അവിശ്വാസത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാൻ വലിയ കാരണമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അസൂയ എന്ന് പറയുന്നത് വിറക് തീയെ തിന്ന് തീർക്കുന്നത് പോലെ നല്ല നല്ല അമലുകളെ ഈ അസൂയ കാർന്ന് തിന്ന് ആഖിറത്തിൽ അതിനെ ഒരു പ്രതിഫലവും കിട്ടാത്ത കാര്യങ്ങളാക്കി മാറ്റാൻ അസൂയക്ക് സാധിക്കുമെന്ന്